ആ ചെറുപ്പക്കാരുടെ ചരിത്രം യുവാക്കളുടെ ചരിത്രമാണ് ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മോട് ഓതാൻ വേണ്ടി പറഞ്ഞത്. അൽ കഹ്ഫ് സൂറത്തിന്റെ ആദ്യത്തെ 10 ആയത്തുകൾ അത് മനഃപ്പാടമാക്കിയവൻ ലോകത്തിന് ഏറ്റവും വരാനിരിക്കുന്ന ഒരു പരീക്ഷണമുണ്ട്, ദജ്ജാലിന്റെ ഫിത്ന. ദജ്ജാലിന്റെ ഫിത്ന ഏറ്റവും അധികം പരീക്ഷണമായി വരുന്നത് നമ്മുടെ സാമ്പത്തിക രംഗത്തല്ല, സൗകര്യങ്ങളുടെ രംഗത്തല്ല, ഈമാനികമായ രംഗത്താണ്. ഫിത്നത്തുൽ മസീഹി ദജ്ജാൽ എന്നും നമ്മൾ കാവൽ ചോദിക്കുന്നില്ലേ? ആ കാവലിന് കാരണമാക്കി അല്ലാഹു വെച്ചു അസ്ഹാബുൽ കഹ്ഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്ന സൂറത്തുൽ കഹ്ഫിന്റെ 10 ആയത്തുകൾ മനഃപ്പാടമാക്കി അത് ഓതിക്കൊണ്ടിരിക്കുന്നവന് ഈമാനികമായി വലിയ കാവലാണ് അല്ലാഹു നൽകിയിരിക്കുന്നത്. അതുകൊണ്ടല്ലേ വെള്ളിയാഴ്ച ദിവസം അത് ആവർത്തിച്ച് ഓതൽ സുന്നത്താക്കിയത്. ഒരു തവണ ഓതി നിർത്തരുത്, കഴിവിന്റെ പരമാവധി 3 പ്രാവശ്യമെങ്കിലും ഓതണം. നമ്മുടെ ഈമാനിന്റെ വളർച്ചക്കും ഉയർച്ചക്കും വേണ്ടി ഏറ്റവും സുന്ദരമായ രീതിയിൽ ഈ ചരിത്ര തലങ്ങൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പഠിപ്പിക്കുമ്പോ നമ്മുടെ നാട്ടിലെ യുവസമൂഹം ചിന്തിക്കേണ്ടത് എത്രമാത്രം വലിയ ബഹുമാനമാണ് അല്ലാഹു അവർക്ക് നൽകിയത്. 300 കൊല്ലത്തെ വിശ്രമ ജീവിതത്തിൽ എത്ര വലിയ സന്തോഷമാണ് അല്ലാഹുർക്ക് നൽകിയത്. ആ 300 കൊല്ലത്തെ ജീവിതം കഴിഞ്ഞ് അവരൊരു പുനരുദ്ധാരണം പോലെ പുറത്തേക്ക് അല്ലാഹു കൊണ്ടുവരുമ്പോൾ ആ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ നാട് വിട്ട് ഈമാനിനെയും ഇഖ്ലാസിനെയും സംരക്ഷിച്ചതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് അവർ മുഖേന അല്ലാഹു തആല ഈമാനിന്റെ സ്ഥിരത നൽകിയത്.